നമസ്കാരം. 2025 നവംബർ മാസം മുതൽ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിലൊക്കെ തന്നെ വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങൾ സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക. ഏതെങ്കിലും ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ട് ഉള്ളവർ, അതുപോലെ തന്നെ അത് സേവിങ്സ് അക്കൗണ്ട് ആകാം, NRO NRE സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇനി അതല്ലെങ്കിൽ ലോക്കർ അക്കൗണ്ട്, ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്ത് നൽകുക. ബാങ്ക് നിക്ഷേപങ്ങൾ, ലോക്കറുകൾ എന്നിവയുടെ നോമിനേഷൻ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന സുപ്രധാന ബാങ്കിംഗ് നിയമ ഭേദഗതികൾ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ബാങ്കിംഗ് നിയമ ഭേദഗതി ആക്ട് 2025 ഭാഗമായുള്ള പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്ക് ഇനി മുതൽ ഒരേ സമയം അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് പിന്തുടർച്ചാ രീതിയിൽ 4 പേരെ വരെ നോമിനിയായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. അക്കൗണ്ട് ഉടമയുടെ സൗകര്യമനുസരിച്ച് ഒരേ സമയം വിവിധ നോമിനികളെ വയ്ക്കുകയോ ഒന്നിന് പുറകെ ഒന്നായെന്ന രീതിയിലോ നോമിനേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ ലോക്കർ സൗകര്യങ്ങൾക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള നോമിനേഷൻ മാത്രമേ അനുവദിക്കൂ. 4 പേരെ വരെ നോമിനിയായി ഉൾപ്പെടുത്താനും അതുപോലെ മൊത്ത നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനം വീതം ഓരോ നോമിനിക്കും ലഭിക്കണമെന്ന് കൃത്യമായി മുൻകൂട്ടി നിശ്ചയിക്കാനും ഇതിലൂടെ ഉപഭോക്താവിന് സാധിക്കും. ഇതാകട്ടെ മരണാനന്തരമുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനും സഹായിക്കും. ഈ രീതിയിൽ 4 പേരെ വരെ മുൻഗണനാക്രമത്തിൽ നോമിനിയായിട്ട് നിശ്ചയിക്കാൻ സാധിക്കും. ആദ്യത്തെ നോമിനിയുടെ മരണശേഷം മാത്രമേ അടുത്ത നോമിനിക്ക് അവകാശം ലഭിക്കുകയുള്ളൂ. ഇത് പണമിടപാടുകളിൽ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നതായിരിക്കും. ബാങ്കിംഗ് മേഖലയിലെ ഭരണപരമായിട്ടുള്ള നിലവാരം ശക്തിപ്പെടുത്തുന്നതിനും റിസർവ് ബാങ്കിലേക്കുള്ള റിപ്പോർട്ടിങ്ങിൽ ഏകീകരണമൊക്കെ തന്നെ കൊണ്ടുവരുന്നതിനും നിക്ഷേപകരുടെയും അതോടൊപ്പം തന്നെ ഓഹരി ഉടമകളുടെയും ഒക്കെ തന്നെ സംരക്ഷണം അത് കൃത്യമായി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് പുറമെയായിട്ട് സഹകരണ ബാങ്കുകളിലെ ഡയറക്ടർമാരുടെ കാലാവധി യുക്തിസഹമാക്കുന്നതിനും ഉപഭോക്തൃ സൗകര്യം മെച്ചപ്പെടുന്നതിനുമൊക്കെയായിട്ട് പുതിയ ഭേദഗതികൾ സഹായിക്കുന്നതാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അടക്കം 5 നിയമങ്ങളിലാണ് ഭേദഗതികൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അത് വരാൻ പോകുന്ന ഒരു മാറ്റമാണ്. ബാങ്കിൽ പോകുന്ന നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രധാനമായിട്ടും ആ ഒരു വലിയ കുടുംബത്തിലെ ആളനക്കം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. പണ്ട് 27 പേരുണ്ടായിരുന്ന ആ ഒരു വലിയ കുടുംബം ഇപ്പോൾ 12 ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വർഷത്തോടെ ബാങ്കുകളുടെ എണ്ണം 3-4 ഒക്കെ ആയിട്ട് ചുരുങ്ങുകയാണ്. ചെറിയ ബാങ്കുകൾ വലുതിലേക്ക് ലയിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ലയിക്കുന്ന ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ അക്കൗണ്ടുകൾക്ക് എന്ത് സംഭവിക്കും? ആ കാര്യമാണ് എല്ലാവരുടെയും ഒരു പ്രധാന ചോദ്യം. നമുക്ക് ആ കാര്യം ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ വരാൻ പോകുന്ന മെഗാലയനത്തെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലുള്ള 12 പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം അത് 3-4 ആയിട്ട് ചുരുങ്ങുന്നതാണ്. അതായത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഒന്നും അധിക നാൾ ഇനി ഉണ്ടാവില്ല. ബാങ്കുകളുടെ പ്രവർത്തനം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരമൊരു ലയനം, ആ നടപടി എന്തിന്? ഈ ഒരു ചോദ്യം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തിനാണ് ഈ ലയനം? ഉത്തരം വളരെ സിമ്പിളാണ്, വലുതാകാൻ വേണ്ടി തന്നെ. നമ്മുടെ ബാങ്കുകൾക്ക് ഇപ്പോൾ ലോകത്തെ വലിയ ബാങ്കുകളോട് മത്സരിക്കാനായിട്ട് പറ്റുന്നില്ല. ഉദാഹരണത്തിന് ലോകത്തിലെ ടോപ്പ് 50 ബാങ്കുകളുടെ ലിസ്റ്റിൽ SBI 43-ാം സ്ഥാനത്താണ്. ആദ്യത്തെ 4 എണ്ണമോ ചൈനീസ് ബാങ്കുകളാണ്. അപ്പോൾ ഈ ലയനത്തിലൂടെ നമ്മുടെ ബാങ്കുകളെയും ആഗോള വമ്പന്മാരാക്കി മാറ്റാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമായിട്ട് 4 നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഉണ്ടാവുക. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ. ലയനത്തിലൂടെ ബാങ്കുകളുടെ ആസ്തി അത് വികസിക്കുകയും അതോടൊപ്പം തന്നെ വായ്പ കൊടുക്കാനായിട്ടുള്ള ശേഷി അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ സർക്കാരിന് കൂടുതൽ തുക ബാങ്കുകളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വൻതോതിലുള്ള വികസന പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കാനായിട്ട് ഇതുവഴി സാധിക്കുകയും ചെയ്യും. ഈ ഭീമൻ ബാങ്കുകൾക്ക് രാജ്യത്തെ വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കൊക്കെ ധൈര്യമായിട്ട് വായ്പ നൽകാനും സാധിക്കും. എന്നാൽ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ലയിക്കാത്ത ചെറിയ ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കും? ചില ബാങ്കുകൾ ലയിച്ചു ചേരുമ്പോൾ മറ്റു ചിലത് സർക്കാർ ഓഹരി കുറച്ച് സ്വകാര്യവൽക്കരണം നടത്താനുള്ള സാധ്യതയുണ്ട്. സെബിയുടെ ചട്ടങ്ങൾ പ്രകാരം ഓഹരി വിറ്റൊഴിക്കൽ വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്ക് പല ബാങ്കുകളും കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ഉപഭോക്താക്കൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? നിങ്ങളുടെ ബാങ്ക് അത് ലയിച്ചാൽ അക്കൗണ്ട് നമ്പറുകൾ മാറിയേക്കാം. കൂടാതെ ബാങ്കുകളുടെ IFSC കോഡ് ലയനശേഷം മാറാം. ഇത് പുതിയ ബാങ്കിൻ്റെ IFSC കോഡായി മാറാം. പഴയ ബാങ്കിൻ്റെ ചെക്ക് ബുക്കും പാസ്ബുക്കും ഒരു നിശ്ചിത തീയതിക്ക് ശേഷം അസാധുവാകും. ഇൻഷുറൻസ് പ്രീമിയം, വായ്പാ തിരിച്ചടവുകൾ, EMIകൾ, മറ്റ് ബില്ലുകൾ എന്നിവയ്ക്കായി നിങ്ങൾ നൽകിയിട്ടുള്ള ഓട്ടോ ഡെബിറ്റ് നിർദ്ദേശങ്ങളൊക്കെ തന്നെ ലയനത്തിന് ശേഷം വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പഴയ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകൾക്ക് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം പ്രവർത്തനരഹിതമാവുന്ന സാഹചര്യം ഉണ്ടാകും. ബാങ്ക് അയച്ചു തരുന്ന പുതിയ കാർഡുകൾ ഉടൻ ഉപയോഗിച്ച് തുടങ്ങേണ്ടതായിട്ട് വരും. പുതിയ കാർഡ് ലഭിച്ചില്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യം വരും. ലയനത്തിലൂടെ മൊബൈൽ ബാങ്കിങ് ആപ്പുകളും UPI പേയ്മെൻറ്റ് ആപ്പുകളും ഒക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയോ
അല്ലെങ്കിൽ ലയിച്ചിരിക്കുന്ന ബാങ്കിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ട് വരും. സുരക്ഷ ഉറപ്പാക്കാൻ മൊബൈൽ ബാങ്കിംഗ് പാസ്വേഡുകൾ ലയനത്തിന് ശേഷം മാറ്റുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ന്യൂജൻ മേക്ക് ഓവറിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ്. വലുതായാലേ ലോകം ശ്രദ്ധിക്കുകയുള്ളൂ. ചെറിയ ബാങ്കുകളുടെയൊക്കെ കാലം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി രാജ്യത്തിൻ്റെ സാമ്പത്തിക ചാലകശക്തിയാകാൻ പോകുന്ന ഈ ന്യൂജൻ ബാങ്കുകൾ അത് ഉപഭോക്താക്കൾക്ക് എത്രത്തോളം ഗുണകരമാകുമെന്നത് തീർച്ചയായിട്ടും വരുന്ന ആളുകൾ തന്നെ തെളിയിക്കുന്നതാണ്. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.